അസ്സലാമലൈക്കും. ബേക്കിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബേക്കിംഗ് റെസിപ്പിയുമായിട്ടാണ്. ചോക്ലേറ്റ് കുക്കീസ്, ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് കുക്കീസ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. നമുക്ക് ആദ്യം ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 75 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഓവനിലോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും മെൽറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ ചോക്ലേറ്റ് ഡയറക്റ്റും ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒന്ന് പീസാക്കി എടുത്തിട്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ആ ഒരു ക്രീമി ടെക്സ്ചറിൽ ഫില്ലിങ് കിട്ടിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇതിപ്പോൾ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സാക്കി എടുക്കുക. ഞാൻ ഓവനിലാട്ടോ മെൽട്ടാക്കിയത്. ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഡോ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം വരും മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. പെട്ടെന്ന് മിക്സായി കിട്ടും. ഓൾറെഡി മെൽറ്റ് ചെയ്ത ബട്ടറല്ലേ ചേർത്തത്, അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. പിന്നെ ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ഇതിപ്പോൾ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള തന്നെ എടുക്കാം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ കുറേ പേര് ഡൗട്ടൊക്കെ പേഴ്സണലി ചോദിക്കാറുണ്ട്, അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. പേഴ്സണലി അങ്ങനെയൊക്കെ വന്നിട്ട് പറയാറുണ്ട്. അങ്ങനെ പേഴ്സണലി പറയുന്നതിനേക്കാളും യൂട്യൂബിൽ തന്നെ നമ്മുടെ വീഡിയോൻ്റെ തൊട്ട് താഴെ കമൻ്റായിട്ട് ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ അത് ഒരാൾക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ കുറേ പേർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും യൂട്യൂബിൻ്റെ ഈ വീഡിയോസിൻ്റെ താഴെ തന്നെ കമൻസൊക്കെ ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. നല്ലോണം കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തില്ലെങ്കിൽ നമ്മൾ അത് ബോൾസാക്കി എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. നമുക്ക് അങ്ങനെ ബോൾസാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ നേരത്തെ മെൽട്ടാക്കി എടുത്ത ചോക്ലേറ്റ് ആണ്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ ഈ ഒരു ഡോ വെച്ച് ചെറിയ ബോൾസാക്കി എടുക്കുക. നമുക്ക് എത്ര വലുപ്പത്തിലുള്ള കുക്കീസാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ബോൾസാക്കി എടുക്കണം. പിന്നെ ഇങ്ങനെ ബോൾസാക്കി എടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഉൾഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചോക്ലേറ്റ് ഫില്ല് ചെയ്യാൻ പറ്റും. പൊട്ടാത്ത വിധത്തിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് കുറച്ചിട്ട് കൊടുക്കുക. കുറേ ഇട്ട് കൊടുക്കണ്ട, കുറച്ച് മതി. എന്നിട്ട് പുറത്ത് വരാത്ത വിധത്തിലൊന്ന് കവറാക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. പൊട്ടാത്ത വിധത്തിൽ വേണം ഷേപ്പാക്കി എടുക്കുമ്പോൾ. ഇതിപ്പോൾ പൊട്ടാത്ത വിധത്തിൽ നല്ലൊരു ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ബട്ടർ പേപ്പർ വിരിച്ച ഒരു ട്രേയിലേക്ക് ആക്കി കൊടുക്കുക. ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അടുത്ത കുക്കീസ് വെക്കുമ്പോൾ നല്ലോണം അടുത്ത് വെക്കരുത് കേട്ടോ, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. ഞാനിത് എല്ലാ മാവും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ ഈ ഒരു അളവിൽ 7 എണ്ണം മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. കുറച്ചും കൂടി ചെറുതാണെങ്കിൽ 10 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് പ്രീ ഹീറ്റാക്കി വെച്ച ഓവനിൽ ബേക്കാക്കി എടുക്കാം. ഞാനിത് 5 മിനിറ്റ് പ്രീ ഹീറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. OTG ഓവനാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് പ്രീ ഹീറ്റാക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ട് 170 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ബേക്കാക്കി എടുക്കണം. ഓവനില്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്യാം കേട്ടോ. ഞാൻ പിസ്സ റെസിപ്പിയൊക്കെ ചെയ്തില്ലേ, അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ബേക്കായിട്ടുണ്ട്. കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട് 170 ഡിഗ്രിയിൽ. ഇതിപ്പോൾ ട്രെയിൽ നിന്ന് മാറ്റരുത്. ഇത് ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാകും. ഇത് തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആവും. ഇപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ട്രെയിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വേറൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.